എല്ലാവർക്കും മലയാളി വൈബ്സ് റിവ്യൂസിലേക്ക് സ്വാഗതം. പത്തരമാറ്റിലെ പുതിയൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് പോവാം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള ഒരു എപ്പിസോഡും നല്ലൊരു എപ്പിസോഡാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എപ്പിസോഡിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നയനയുടെ വീടാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അവരെല്ലാവരും കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നതാണ്. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, നന്ദു അഡ്വക്കേറ്റ് ആയാൽ മതിയായിരുന്നു എന്നൊക്കെ, എങ്കിൽ ഇത്രയും പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു, ഇനി SI ആയാലും ഇതിനെക്കാട്ടി നല്ല പ്രശ്നങ്ങൾ വരാനാണ് സാധ്യതയെന്നൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ ഇരുന്ന് സന്തോഷമായിട്ടിരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ തലവേദന ഉണ്ടാക്കാൻ പോകുന്നത് അവിടെ ഹസ്ബൻഡിനാണെന്നൊക്കെ ഇങ്ങനെ കനക പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദ പറയാണ്, എങ്കിൽ പിന്നെ കല്യാണം കഴിക്കാതിരുന്നാൽ പോരെ എന്നൊക്കെ ഇങ്ങനെ നല്ല ഹാപ്പി ആയിട്ടാണ് അവരൊക്കെ പറയുന്നത് കേട്ടോ. അടുത്തായിട്ട് കാണിക്കുന്നത് അനാമികയുടെ വീടാണ് കേട്ടോ. അപ്പോൾ വേണു വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ കാറിൻ്റെ സൗണ്ട് കേൾക്കുന്നതും അനാമികയും രേവതിയും കൂടെ വെളിയിലോട്ട് ഇറങ്ങി വരികയാണ് കേട്ടോ. അപ്പം വേണു കാറിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ വരുന്ന ടൈമിൽ അനാമിക ഓടി വന്ന് ചോദിക്കുകയാണ്, എന്താ വെച്ചാൽ അവളെ ജയിലിൽ കൊണ്ടുപോയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പം വേണുവാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഇങ്ങനെ തല താത്തിങ്ങനെ നിൽക്കുകയാണ്, എന്ത് പറയുമെന്നുള്ള ഇതിൽ. അപ്പോൾ രേവതി പറയണേ, നിങ്ങൾ എന്തെങ്കിലും മിണ്ടാൻ നിൽക്കുന്നത്, എന്തെങ്കിലും ഒന്ന് പറയേ എന്നിങ്ങനെ പറയും, ടെൻഷൻ അടിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ വേണു പറയാണ്, അതെല്ലാം ശരിയായിട്ടൊക്കെ നടന്നതായിരുന്നു, കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ടാണ് നടന്നത്. പബ്ലിക് പ്രോസിക്യൂട്ടറാണെങ്കിൽ അവളെ വെള്ളം കുടിപ്പിക്കുകയും ചെയ്ത് എന്നൊക്കെ പറയുന്ന സമയത്ത് അനാമികയുടെയും അവിടെ അമ്മയൊക്കെ ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, പക്ഷേ അവിടെ ക്യാമറ ഉണ്ടായിരുന്നു എന്നിങ്ങനെ വേണം ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ അനാമിക എവിടെ എന്നിങ്ങനെ അനാമിക ചോദിക്കുന്നുണ്ട്. വേണു പറയാണ്, നമ്മുടെ ആ സംഭവം നടന്നില്ലേ, അവിടെ ക്യാമറ ഉണ്ടായിരുന്നു, ആ സമയത്ത് അവിടെ നടന്നതൊക്കെ ആ ക്യാമറയെ പതിയില്ലേ, അതൊക്കെ ക്യാമറ പതിയുകയും ചെയ്തു, ആ ജഡ്ജി കാണുകയും ചെയ്തു. അപ്പോൾ പിന്നെ ഈ മൊഴി കൊടുത്തത് കള്ളമൊഴിയാവില്ലേ, അങ്ങനെ നന്ദുവിനെ വെറുതെ വിടുകയും ചെയ്തു എന്നിങ്ങനെ പറയുന്ന സമയത്ത് അനാമിക അങ്ങ് ഷോക്കായി പോവേണ് കേട്ടോ. അനാമിക ഞെട്ടിപ്പോയി. കാര്യം ഒരിക്കലും നന്ദുവിനെ വെറുതെ വിടൂലെന്നല്ലേ വിചാരിച്ചത്. അപ്പം രേവതി അങ്ങനെ തന്നെയാണ്, അങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. അവരൊട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു മറുപടിയാണ് എന്ന്. ഞാനും മോളും വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നേന്നൊക്കെ ഇങ്ങനെ രേവതി പറയുന്ന സമയത്ത് വേണു പറയുന്നുണ്ട്, ഞാനും അങ്ങനെ തന്നെയാണ്, വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് കാത്തിരുന്നത്, പക്ഷേ വിധി കേട്ടപ്പോഴത്തേക്കും വെള്ളത്തിൽ വീഴുന്ന നനഞ്ഞ കോഴിയെപ്പോലെ ആയി ഞാനെന്ന് ഇങ്ങനെ വേണു ഇങ്ങനെ പറയണം കേട്ടോ. അപ്പോൾ പറയണേ, ഇതിനെക്കാട്ടിയും വലിയൊരു അത്ഭുതം നടന്നു എന്നിങ്ങനെ വേണു പറയാണ്. അപ്പം അനാമികയും രേവതിയും കൂടെ ഇങ്ങനെ നോക്കുകയാണ്, എന്ത് അത്ഭുതമാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ വേണു പറയാണ്, അത് ഇവക്ക് നന്ദുവിന് വേണ്ടി വാദിക്കാൻ വേണ്ടി വല്ല പേര് കേട്ട മാരാർ വക്കീലാണ് ഹാജരായത്, പക്ഷേ വാദം തുടങ്ങിയ സമയത്ത് നന്ദു പ്രതിക്കൂട്ടിന്ന് ചാടി ഇറങ്ങുമായിരുന്നു, അവളുടെ കേസ് അവൾ തന്നെയാണ് സ്വയം വാദിച്ചത് എന്നിങ്ങനെ പറയുന്ന സമയത്ത് രേവതി അനാമികയെ അവളാണോ വാദിച്ചതെന്നുള്ള രീതിയിൽ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ വാദിക്കാൻ പറ്റുമോ എന്ന് രേവതി ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേണു പറയുന്നുണ്ട്, പറ്റും, സ്വന്തം കേസ് ആർക്ക് വേണമെങ്കിലും സ്വയം വാദിക്കാം എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, പക്ഷേ അതിനകത്ത് തലയ്ക്കകത്ത് ആൾ താമസം കൂടെ വേണം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ വേണു. ഓ, അപ്പോൾ അവളുടെ കേസ് അവൾ തന്നെയാണ് വാദിച്ച് ജയിച്ചതല്ലേ എന്നിങ്ങനെ അനാമിക പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും വേണു പറയാണ്, അതെ, അവൾ തന്നെയാണ് വാദിച്ച് ജയിച്ചത്, പക്ഷേ ഇനിയിപ്പോൾ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു വിട്ട അവർ എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുടുങ്ങും എന്നിങ്ങനെ വേണു പറയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് അനാമിക പറയുന്നുണ്ട് കേട്ടോ, ഇനി അച്ഛനെ തിരക്കി പോലീസ് വരികയാണെങ്കിൽ ഞങ്ങളെ പേരൊന്നും പറയില്ലെന്ന് ഇങ്ങനെ അനാമിക പറയാണ് കേട്ടോ. അപ്പോൾ രേവതിയും പറയുന്നുണ്ട്, അതെ ഇനി ഞങ്ങളെ പേരൊന്നും പറയല്ലേ എന്ന് പറയാണ്. അപ്പോൾ വേണു പറയാം, ഇപ്പം എല്ലാ കുറ്റവും എൻ്റെ മണ്ടയിലായല്ലേ, എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു ഇനി നിങ്ങൾ കൈയൊഴിയുമെന്ന് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. പക്ഷേ ഇനി ഒരു ഗുണം ഇത് വന്നതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായി എന്നിങ്ങനെ പറയാണ്. എന്തെന്ന് വെച്ചാൽ അവൾക്ക് ഇപ്പോൾ ട്രെയിനിങ് ക്യാമ്പിൽ പോകാൻ പറ്റില്ല, ഇനി അടുത്തൊരു ക്യാമ്പിലേ പോകാൻ പറ്റുള്ളൂ, അപ്പോഴത്തേക്കും കുറേ ടൈം എടുക്കും എന്നിങ്ങനെ പറയുന്ന സമയത്ത് അനാമിക പറയുന്നുണ്ട്, അപ്പോഴത്തേക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഇങ്ങനെ അനാമിക പറയുന്നുണ്ട്. അത് ഇനി നമുക്ക് അങ്ങനെ വളരെ സൂക്ഷിച്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വേണുവും പറയുന്നുണ്ട്.
അപ്പോൾ രേവതി പറയാണ് കേട്ടോ, ഇനി അവളാവുന്നെങ്കിൽ ആയിക്കോട്ടെ, ഇനിയിപ്പോൾ ഒന്നിനും പോകണ്ട. വളരെ പ്രതീക്ഷയോടെ നമ്മുടെ ഇവിടെ വിചാരിച്ചിരുന്നിട്ട് ഇപ്പം അതെല്ലാം പോയി, അതുകൊണ്ട് ഇനിയിപ്പോൾ ഒന്നും ചെയ്യേണ്ട എന്നൊക്കെ ഇങ്ങനെ രേവതി പറയുന്നുണ്ട് കേട്ടോ. അപ്പം അനാമിക പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഞാൻ അനന്തപുരി പോകുമ്പോൾ ഇനിയിപ്പോൾ അവരുടെ ചിരിച്ച മുഖങ്ങൾ കാണണം, പിന്നെ അനിയും എന്നെ കളിയാക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ വേണു പറയാണ്, ഇനി നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. കാര്യം അവർക്ക് നല്ല ഡൗട്ടുണ്ട്, ഉറപ്പുണ്ട് നമ്മളാണ് ചെയ്തതെന്നുള്ള കാര്യം. അതുകൊണ്ട് എന്തായാലും ഇനി ആര് വന്ന് വിളിച്ചാലും രാത്രിയാണെങ്കിലും പകലായിരുന്നാലും ഡോറ് തുറക്കല്ലേ രേവതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വേണു അകത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനാമികയും രേവതിയും കൊണ്ട് ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. നന്ദുവിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നിൻ്റെ മരുമോളുടെ പ്രാക്കാണെന്നൊക്കെ ഇങ്ങനെ ജലജ ജാനകിയോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജാനകി പറയാണ്, മരുമോളുടെ മാത്രമല്ല എൻ്റെയും പ്രാക്കുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. എന്തെന്ന് വെച്ചാൽ അനാമികയും അനിയും തമ്മിൽ അടിയും ഉണ്ടാകാനുള്ള പ്രധാന കാരണം നന്ദു ആണല്ലോ. അങ്ങനെയെങ്കിലും അവൾ അവിടെ പോയി ജയിലിൽ പോയി കിടക്കട്ടെ, എന്നാൽ മാത്രമേ അനിയുടെ മനസ്സിൽ നിന്നൊക്കെ ഇങ്ങനെ പോവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ജാനകി പറയണം കേട്ടോ. അപ്പോൾ ജലജ പറയുന്നുണ്ട്, എങ്കിലും പോവുമോ അനിയുടെ മനസ്സിൽ നിന്ന് എന്നൊക്കെ പറയുന്ന സമയത്ത് ദേവേനിക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ദേവേനി എന്നിട്ട് പറയുന്നുണ്ട്, അങ്ങനെ നന്ദു ഒരു കാരണമില്ലാതെ ഒരാളെ അടിക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് അവർക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ, ജലജയ്ക്കും ജാനകിക്കും. അപ്പോൾ ജലജയും ജാനകിയുടെ പറയുന്നുണ്ട് കേട്ടോ, അവൾ ജയിലിൽ പോകണമെങ്കിൽ ഞാൻ കുടുംബക്ഷേത്രത്തിൽ നേർന്നിട്ടുണ്ടെന്നൊക്കെ. അപ്പോൾ ദേവേനി മനസ്സിൽ പറയുന്നുണ്ട്, ഇതിനെക്കാട്ടിയും വലിയ നേർച്ചകൾ ഞാൻ നേർന്നിട്ടുണ്ട് അവളെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടെന്നൊക്കെ ഇങ്ങനെ ദേവേനി ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജലജ പറയുന്നുണ്ട്, ഈ വീട്ടിലെ ആണുങ്ങൾക്ക് എല്ലാവർക്കും എന്ത് പറ്റിയെന്ന് എനിക്കറിയത്തില്ല. കാര്യം എല്ലാവർക്കും അവളെ രക്ഷപ്പെടണമെന്നാണ് ആഗ്രഹവും, അതുപോലെ തന്നെ എല്ലാവർക്കും നയനയുമാണ് ഇഷ്ടമാണെന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ആ സമയത്തേക്ക് എന്താണ് നയനയും നവിയും വരുന്നുണ്ടേ. അങ്ങനെ നയനയും നവിയും കൂടെ വരുന്ന സമയത്ത് നയന നവിയോട് പറയുന്നുണ്ട് കേട്ടോ, നമുക്ക് ഇവരെ ഒന്ന് പറ്റിക്കുക, അവരൊന്ന് സന്തോഷിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവിടെ വന്ന് ഇവരെ അടുത്തോട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ ദേവേനി ചോദിക്കുന്നുണ്ട് എന്തായെന്ന്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, നവ്യ പറയുകയാണ് കേട്ടോ, നന്ദുവിനെ ഇവിടെ റിമാൻഡ് ചെയ്തു എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ജാനകിക്കും ജലജയ്ക്കും ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ. അപ്പം ദേവേനിക്ക് നല്ല വിഷമാവുകയാണ്, ദേവേനി ഇങ്ങനെ സങ്കടപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ ഇത് പക്ഷേ നയനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ, ദേവേനി ഇങ്ങനെ വിഷമിക്കുന്നതൊക്കെ. അപ്പോൾ ജലജ പറയാണ്, നിൻ്റെ അനിയത്തി ജയിലിൽ തന്നെ കിടക്കണോടി, അവളെ ക്രിമിനൽ മൈൻഡുള്ളവളാണ്, അവളെ ജയിലിൽ തന്നെയാണ് കിടക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ ജലജ പറയുന്നുണ്ട്. അപ്പോൾ ജാനകി പറയണം കേട്ടോ, മിടുക്കനായ അഡ്വക്കേറ്റിനെ വെച്ച് വാദിക്കുമ്പോൾ ചിലപ്പോൾ രക്ഷപ്പെടുമെന്നായിരുന്നു ഞങ്ങളുടെ വിശ്വാസം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ജലജ പറയണേ, എവിടെ രക്ഷപ്പെടാൻ, അത്രയ്ക്കുള്ള നന്മയൊന്നും എവളുമാരൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ ജലജയും പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇതൊക്കെ കേട്ടിട്ട് നയന പറയുന്നുണ്ട്, അവിടെ ആ കോടതി സംഭവിച്ചത് എല്ലാം തെളിവ് സഹിതം ഞങ്ങളെ ഫോണിലുണ്ട് എന്നിങ്ങനെ പറയാണ് കേട്ടോ. നന്ദുവിൻ്റെ അഡ്വക്കേറ്റാ ഇത് തന്നത് എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇങ്ങനെ നയന അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ജലജയും ജാനകിയൊക്കെ ഇങ്ങനെ കാണുകയാണ്. എന്നിട്ട് നയന ദേവേനയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് പറയുന്നുണ്ട്, അമ്മയും കാണുന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇവർ പറയാണ്, ജലജ പറയാണ്, വ്യാജ വീഡിയോ ഉണ്ടാക്കാൻ ആർക്കാ പറ്റാത്തത്, എന്നിട്ട് പിന്നെ എന്താ അവൾ ശിക്ഷിക്കപ്പെട്ടത് എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, ആര് പറഞ്ഞ് ശിക്ഷിക്കപ്പെട്ടെന്ന്, അവളെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടാക്കിയിട്ടാണ് വരുന്നത്, അവളെ വെറുതെ വിടുക തന്നെ ചെയ്തു എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ജലജയും ജാനകിയും ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അയ്യോ സങ്കടമാണ് വരുന്നത്, കാര്യം അത് അവളെ കൊണ്ടുപോയില്ലല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, നിങ്ങൾ കുറച്ച് സന്തോഷിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞതാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പറയുന്ന സമയത്ത് അവളെ രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്ന സമയത്ത് ദേവയാനിക്ക് നല്ല സന്തോഷമാവുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതും നയനെ നോക്കുന്നുണ്ട് കേട്ടോ, എന്താണ് അമ്മയുടെ ഉള്ളിലെന്നുള്ള രീതിയിൽ. അപ്പോൾ നയന പറയുന്നുണ്ട് കേട്ടോ, ഈ കേസ് വാദിച്ചത് അഡ്വക്കേറ്റൊന്നുമല്ല അവൾ തന്നെയാണ് വാദിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ജഡ്ജിയും അഭിനന്ദിച്ചെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് അവർക്ക് രണ്ടുപേർക്കും ദേഷ്യമാണ് വരുന്നത്. എന്നിട്ട് ജലജ പറയുന്നുണ്ട്, ഓ ഇതൊക്കെ ആർക്കും അട്ടിമറിക്കാൻ പറ്റാത്ത കേസ്, നിങ്ങളായതുകൊണ്ട് ഇതും സംഭവിക്കുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ദേവേനി ഇങ്ങനെ പറയുന്നുണ്ട്, ഓ നിൻ്റെ അനിയത്തി വാഴ്ത്തിയതൊക്കെ മതി എന്നൊക്കെ ദേവേനി ഇങ്ങനെ ചുമ്മാ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ആദർശ് വിളിക്കുന്നുണ്ട് നയനയെ, എന്നിട്ട് എന്തായെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ രക്ഷപ്പെട്ടു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നയന. അപ്പോൾ നയന പറയുന്നുണ്ട്, ഞാൻ അങ്ങ് വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആദർശം പറയുന്നുണ്ട്, ഞാൻ നന്ദുവിനെ വിളിച്ചോളാം എന്നൊക്കെ ആദർശം പറയുന്നുണ്ട്.
അതിനുശേഷം ദേവേനി പറയുന്നുണ്ട് കേട്ടോ, ഞാനൊന്ന് പുറത്തോട്ട് പോകുന്നുണ്ടെന്ന്. അപ്പം ജലജ ചോദിക്കുന്നത് എന്തിനാന്ന്, അല്ല ഇവളുമാരുടെ സന്തോഷം കൂടുതലായിട്ട് കാണണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നവ്യ പറയുന്നുണ്ട് നമുക്കൊന്ന് കേക്ക് മുറിക്കണ്ടേ എന്നൊക്കെ. അപ്പോൾ നയന പറയാണ് ഞാൻ പോയിട്ട് വരട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നയന ചോദിക്കുന്നുണ്ട് കേട്ടോ ദേവേനിയോട്, അമ്മ പുറത്തോട്ട് പോകുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് ഓഫീസിൻ്റെ അവിടെ ഒന്ന് ആക്കി തരുമോ, അതുവഴിയാണോ പോണേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദേവേനി പറയുന്നുണ്ട് ഞാൻ അതുവഴിയാണ് പോകുന്നത്, നീ ഇങ്ങോട്ട് വരുന്നെങ്കിൽ വന്നോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ നയന റെഡിയാവാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അങ്ങനെ ദേവേനിയും ഇവരും രണ്ടുപേരും കൂടെ കാറിലിങ്ങനെ പോകുന്നതാണ് അടുത്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നയന പറയുന്നുണ്ട് നന്ദു ഒരു തെറ്റും ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്യുന്ന പെൺകുട്ടിയൊന്നും അല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നയന ദേവേനിയുടെ അടുത്ത്. അങ്ങനെ ഓഫീസിൻ്റെ അവിടെ കൊണ്ടുവന്നിട്ട് ദേവേനി ഇങ്ങനെ നയനെ ആക്കുന്നുണ്ട്. എന്നിട്ട് തിരിഞ്ഞൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. തിരിഞ്ഞ് നോക്കുമ്പോൾ അവർ ഭയങ്കര സന്തോഷത്തിൽ ഇരിക്കുന്നതൊക്കെയാണ് കാണുന്നത്. അപ്പോൾ നയന ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ഈ അമ്മ എവിടെയാണ് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ നയന ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അടുത്തായിട്ട് നന്ദുവിനെയും ഫ്രണ്ട്സിനെയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അവരാണ് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ നന്ദു ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സൊക്കെ പറയുന്നുണ്ട് നമുക്ക് അവർക്ക് കൊടുക്കാം, അനാമികയ്ക്കും കൊടുക്കാം, അടിയൊക്കെ കൊടുക്കാം എന്നൊക്കെ ഇങ്ങനെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദു ഫ്രണ്ട്സൊക്കെ പറയുന്നുണ്ട് ഇന്ന് വൈകിട്ട് നമുക്ക് അവരെ വീടിൻ്റെ മതിൽ ചാടണം, അവർക്കിട്ട് അടി കൊടുക്കണമെന്നൊക്കെ അവരും പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിനിടയ്ക്ക് അടുത്തായിട്ട് കാണിക്കുന്നത് ദേവേനി വരുന്നുണ്ട്. ദേവേനി വരുന്നത് മാരാർ അഡ്വക്കേറ്റിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർ വഴിയിൽ വെച്ച് കാണുന്നുണ്ട് കേട്ടോ. ദേവേനിക്ക് വളരെ സന്തോഷത്തോടെ ദേവേനി ഇങ്ങനെ പറയുന്നുണ്ട് കേസ് വിജയിച്ചല്ലോ എന്നുള്ള ഇതിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാരാർ പറയുന്നുണ്ട് അത് നന്ദു നല്ല മിടുക്കി കുട്ടിയാണ് എന്നൊക്കെ, അവൾ തന്നെയാണ് യൂണിഫോം ഇടേണ്ടതെന്നൊക്കെ ഇങ്ങനെ അവർ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നയന ഓട്ടോയിൽ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഒരു ലോറി കിടപ്പുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ബേക്കിലായിട്ട് ഇങ്ങനെ ഓട്ടോ നിർത്തിയിട്ട് നയന ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാരാർ വക്കീലും ദേവേനിയും കൂടെ ഇങ്ങനെ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇത് നയനെ കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തോടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.